ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത്. കെ എം മാണി അഴിമതി കേസിൽ ഒന്നാം പ്രതിയാക്കി അന്വേഷണം നേരിടുന്ന ഒരു മന്ത്രി ഇവിടെ ബജറ്റ് അവതരിപ്പിക്കരുത്. കെ എം മാണിയും മറ്റു മന്ത്രിമാരും ചേർന്ന് നടത്തിയ കുംഭകോണമാണ് ബാർ കുംഭകോണം. കെ എം മാണി ഇത്ര വലിയ തൊലിക്കെട്ടി ഉള്ളൊരു മന്ത്രിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ആ തിരുവനന്തപുരം മൃഗശാലയിലെ കണ്ടാമൃഗം 2 ദിവസമായി ഭക്ഷണം കഴിക്കുന്നില്ല. എന്നെ തോപ്പിച്ചു കളഞ്ഞല്ലോ ഈ മാണി എന്നതാണ് ആ കണ്ടാമൃഗത്തിന്റെ നിറഞ്ഞ മരകത്തിൽ മാണി വീണ് പോകുന്നത് എനിക്കോർക്കാൻ പോലും കഴിയും. ഹായ്, നമസ്കാരം. ഇതിപ്പോ ആരെ കുറിച്ച് പറയുന്നത്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയില്ല, കെ എം മാണിയെ കുറിച്ച്. കേരള കോൺഗ്രസിന്റെ നമ്മളൊക്കെ മുമ്പ് മാണി സാർ എന്ന് പറഞ്ഞിരുന്ന കെ എം മാണിയെ കുറിച്ചാണ്. ആരായിരുന്നു മാണി സാർ? നമുക്കറിയാം, നിയമസഭയിൽ ഒരു ബജറ്റ് അവതരിപ്പിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന, ആ നിയമസഭയെല്ലാം അടിച്ചു പൊളിച്ച ഒരു പാർട്ടിയായിരുന്നു CPM. ആ CPMന്റെ നേതാക്കളാണ് അന്ന് UDF ഉണ്ടാകുമ്പോൾ അന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ VS അച്യുതാനന്ദൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. പക്ഷെ എന്താ ഉണ്ടായത്? ഒരു സുപ്രഭാതത്തിൽ കെ എം മാണിയെ CPMലേക്ക് അവർ എടുക്കുകയും അവരെ ഘടകകക്ഷിയാക്കുകയും അതിനുശേഷം അദ്ദേഹത്തെക്കുറിച്ചുള്ള വല്ലാത്തൊരു പുകഴ്ത്തലായിരുന്നു പിന്നെ അവർ നടത്തി. ഇത് തന്നെയാണ് നമുക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും നമുക്കൊക്കെ മനസ്സിലാവുന്നത്. എതിരാളികൾ, അവർക്ക് ആരാണോ ശത്രുപാളത്തിൽ അവർക്ക് എതിരായി നിൽക്കുന്നത് അവരെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ കാണുന്ന രാഷ്ട്രീയ നാടകങ്ങളുടെയൊക്കെ പിറകിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഏതായാലും ഇപ്പം നമ്മുടെ മണിസാറിൻ്റെ മകൻ ജോസ് കെ മാണി LDF നിന്ന് UDFിലേക്ക് വരും എന്നുള്ള ഒരു അഭ്യൂഹം നാട്ടിലൊക്കെ പരക്കുന്നുണ്ട്. സത്യത്തിൽ LDFിൻ്റെ ഉള്ളിൽ അത് വലിയൊരു ഭയപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കും മണിസാറിൻ്റെ പേരിൽ ഒരു സ്മാരകം പണിയാനൊക്കെ അവർ മുതിരുന്നു എന്നുള്ളത്. പക്ഷേ ഇതിനു മുമ്പ് ഒരു സ്മാരകത്തെ പറ്റി സംസാരിച്ചിരുന്നു. അതൊന്ന് കേൾക്കാം. അന്ന് കെ എം മാണിക്ക് വേണ്ടി സ്മാരകം പണിയും എന്ന് പറഞ്ഞത് നിയമസഭയിൽ അന്ന് നമ്മുടെ തോമസ് ഐസക് ആയിരുന്നു. പക്ഷേ ആ സ്മാരകങ്ങളും മറ്റു എവിടെയാണ് എന്നതിനെ കുറിച്ചൊന്നും കേരളീയർക്ക് ആർക്കും അറിയില്ല. വർഷങ്ങളായി. ഇനി പുതിയ ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. ഏതായാലും മാണി സാറിൻ്റെ മകന് അത് വളരെയേറെ